ഗുഡ് ഈവനിങ് ഓൾ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ബയോളജിന്റെ PYQ ആണ്. അപ്പോൾ ഫസ്റ്റ് ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ആണ് കേട്ടോ. സസ്യങ്ങളിലെ ഹോർമോൺസ് ആണ് മെയിൻ ആയിട്ട്. ഏതൊക്കെ ഹോർമോൺസ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് അതിലെ PYQ ആണ് ആദ്യം നമ്മൾ നോക്കുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഗ്രോത്ത് പ്രൊമോട്ടർ? ഗ്രോത്ത്, അതായത് സസ്യങ്ങൾ വളർച്ചയെ പ്രൊമോട്ട് ചെയ്യുന്നത്. ആബ്സിസിക് ആസിഡ്, എഥിലീൻ, ഓക്സിൻ, ബോത്ത് A and B. അതിൽ ഓക്സിൻ ആണ് എന്ത് ഗ്രോത്ത് പ്രൊമോട്ടർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, സസ്യങ്ങളിൽ ഗ്രോത്ത് പ്രൊമോട്ടേഴ്സും ഉണ്ട്, ഇൻഹിബിറ്റേഴ്സും ഉണ്ട്, തടയുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ ഇതിൽ ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒന്ന് ഓക്സിൻ ആണ്. ഓക്സിൻ, പിന്നെ ഗിബെറിലിൻ, പിന്നെ വരുന്നത് സൈറ്റോകൈനിൻ. ഇവര് മൂന്ന് പേരും ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ് ആണ്, അതായത് വളർച്ചയ്ക്ക് സഹായിക്കുന്ന അല്ലെങ്കിൽ വളർച്ചയെ പ്രൊമോട്ട് ചെയ്യുന്നവരാണ്. എന്നാൽ ഇൻഹിബിറ്റേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആബ്സിസിക് ആസിഡും എഥിലീനും ആണ് കേട്ടോ. ആബ്സിസിക് ആസിഡ് അതുപോലെ എഥിലീൻ, ഇവരൊക്കെ എന്താണ് ഗ്രോത്ത് ഇൻഹിബിറ്റേഴ്സ് ആണ്. അപ്പൊ ആ കാര്യം ഇവിടെ ഓർമ്മിച്ച് വെക്കുക. അപ്പൊ ഇവിടെ ചോദിച്ചത് എന്താ, ഗ്രോത്ത് പ്രൊമോട്ടർ താഴെ കൊടുത്തിരിക്കുന്നതിൽ ആരെന്നാണ്? ആബ്സിസിക് ആസിഡിന്റെ, എഥിലീനുണ്ട്, ഓക്സിൻ ഉണ്ട്, ബോത്ത് ആന്റി. അപ്പൊ ഇതില് ഓക്സിൻ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്സിൻ, ഗിബെറിലിൻ, സൈറ്റോകൈനിൻ, ഈ മൂന്ന് പേരും ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ് ആണ്. എന്നാൽ ആബ്സിസിക് ആസിഡും എഥിലീനും എന്താണ് ഗ്രോത്ത് ഇൻഹിബിറ്റേഴ്സ് ആണ്. അപ്പൊ ആ കാര്യം ഇവിടെ ഒന്ന് ഓർമ്മിച്ച് വെക്കാം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which hormone is responsible for cell elongation, phototropism, etc. in plants? അപ്പോൾ കോശത്തിന്റെ ഇലോങ്ങേഷൻ, അതുപോലെ തന്നെ ഫോട്ടോട്രോപ്പിസം എന്ന് വെച്ചാൽ പ്രകാശത്തിന് നേരെ സസ്യങ്ങൾ ചലിക്കുന്നതാണ് ഫോട്ടോട്രോപ്പിസം. ജിയോട്രോപ്പിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗ്രാവിറ്റിക്ക് നേരെ നമ്മുടെ വേരുകൾ പോകുന്നതാണ് ജിയോട്രോപ്പിസം കേട്ടോ. ജിയോട്രോപ്പിസം ഫോട്ടോട്രോപ്പിസം എന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഫോട്ടോട്രോപ്പിസം എന്ന് വെച്ചാൽ സസ്യങ്ങൾ പ്രകാശത്തിന് നേരെ വളഞ്ഞു പോകുന്നതാണ്, അല്ലെങ്കിൽ അതിന് നേരേക്ക് പോകുന്നതാണ്. ജിയോട്രോപ്പിസം എന്ന് പറയുന്നത് സസ്യങ്ങൾ ഗ്രാവിറ്റിക്ക് നേരെ പോകുന്നതാണ്, ഭൂഗുരുത്വത്തിന് നേരെ പോകുന്നതാണ്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ, സെൽ ഇലോങ്ങേഷൻ, ഫോട്ടോട്രോപ്പിസം, ഇതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനൊക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഹോർമോൺ ഏതാണെന്നാണ്. സൈറ്റോകൈനിൻ, ഓക്സിൻ, എഥിലിൻ, ആബ്സിസിക് ആസിഡ്. ആരാണ്? ഓക്സിൻ ആണ് കേട്ടോ. അപ്പൊ ഇവിടെ നമ്മുടെ സെൽ ഇലോങ്ങേഷനും ഫോട്ടോട്രോപ്പിസത്തിനും കാരണമായിരിക്കുന്നത് അല്ലെങ്കിൽ അതിനെ സഹായിക്കുന്നത് ഓക്സിൻ ആണ്. ഇതിന്റെയൊക്കെ പിന്നെ നമ്മുടെ ഗ്രോത്ത് പ്രൊമോട്ടേഴ്സിന്റെ ഒരു ടേബിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ പറയുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും ഒറ്റയടിക്ക് ക്ലിയർ ആണ്. അടുത്തത്, വിച്ച് പ്ലാന്റ് ഹോർമോൺ ഈസ് നോൺ ആസ് എ സ്ട്രെസ് ഹോർമോൺ? സസ്യങ്ങളിൽ സ്ട്രെസ് ഹോർമോൺ ആയിട്ട് അറിയപ്പെടുന്നത് ഏതാണ്? ഗിബെറിലിൻ, ഓക്സിൻ, ആബ്സിസിക് ആസിഡ്, സൈറ്റോകൈനിൻ. അതായത് സസ്യങ്ങളിൽ സ്ട്രെസ് ഹോർമോൺ എന്ന് പറയുമ്പോൾ വരൾച്ച അതേപോലെയുള്ള കാലാവസ്ഥയിലെ വ്യത്യാസം, ഇതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് സസ്യങ്ങളിൽ മാറ്റം വരുത്താൻ വേണ്ടി സഹായിക്കുന്ന ഹോർമോണാണ് സ്ട്രെസ് ഹോർമോൺ എന്ന് പറയുന്നത്. അപ്പൊ അതാരാണ്? ആബ്സിസിക് ആസിഡ് ആണ് സ്ട്രെസ് ഹോർമോൺ എന്ന് പറയുന്നത്. അപ്പൊ വരൾച്ച ഉണ്ടാകുമ്പോൾ ഇല പൊഴിക്കുക, അതുപോലെ ട്രാൻസ്പിറേഷൻ തടയാൻ വേണ്ടിയിട്ട് അല്ലെ, സ്വേദനം തടയാൻ വേണ്ടിയിട്ട് സ്റ്റൊമാറ്റ ക്ലോസ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സഹായിക്കുന്ന ആളാണ് ആബ്സിസിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, ഇല പൊഴിയാൻ സഹായിക്കുന്നത്, അതുപോലെ തന്നെ സ്റ്റൊമാറ്റ ക്ലോസ് ചെയ്യാൻ സഹായിക്കുന്നതൊക്കെ ആരാണ്? ആബ്സിസിക് ആസിഡ് ആണ്. അപ്പൊ സ്ട്രെസ് ഹോർമോൺ എന്ന് പറയുന്നത് ആബ്സിസിക് ആസിഡ് ആണ്. പ്ലാന്റ്സിലെ സ്ട്രെസ് ഹോർമോൺ എന്നറിയപ്പെടുന്നത് ആബ്സിസിക് ആസിഡ് ആണ്. അടുത്തത്, വിച്ച് ഹോർമോൺ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഫ്രൂട്ട് റൈപ്പനിങ്? പഴങ്ങളെ പാകമാവാൻ സഹായിക്കുന്നത് ഏതാണ്? ഓക്സിൻ, സൈറ്റോകൈനിൻ, എഥിലീൻ, ഗിബെറിലിൻ. ഏതാണ്? എഥിലീൻ ആണ് കേട്ടോ. അപ്പൊ ഇവിടെ ഫ്രൂട്ട്സ് റൈപ്പനിങ്, അത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫ്രൂട്ട് റൈപ്പനിങ്ങിന് സഹായിക്കുന്നത് എഥിലീൻ ആണ്. എഥിലീൻ ഒരു ഗ്യാസ് ആയിട്ടുള്ള ഹോർമോൺ ആണ് കേട്ടോ. അപ്പൊ അതുകൂടെ ഒന്ന് ഓർമ്മിക്കണേ. ഗ്യാസ് ഫോമിലുള്ള ഹോർമോൺ ഒക്കെ ചിലപ്പോൾ ചോദിക്കും. അങ്ങനെയാണെങ്കിൽ അത് ഏതാണ്? എഥിലീൻ ആണ്. അപ്പം ഇവിടെ ഫ്രൂട്ട് റൈപ്പനിങ്ങിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് എഥിലീൻ ആണ്. ഗ്യാസ് ഫോമിലുള്ള ഒരു ഹോർമോൺ ആണ് എഥിലീൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഹോർമോൺ പ്രൊമോട്ട് സെൽ ഡിവിഷൻ? അപ്പൊ നേരത്തെ ആയിട്ട് വ്യത്യാസമുണ്ട്, ശ്രദ്ധിക്കുക. നേരത്തെ നമ്മൾ സെൽ ഇലോങ്ങേഷൻ ആണ് പറഞ്ഞതെങ്കിൽ ഇവിടെ സെൽ ഡിവിഷൻ ആണ് കേട്ടോ. കോശങ്ങളെ വിഭജിക്കാൻ സഹായിക്കുന്നത് ആരെന്നാണ് ചോദിച്ചത്. സൈറ്റോകൈനിൻ, ഓക്സിൻ, എഥിലിൻ, ആബ്സിസിക് ആസിഡ്. ആരാണ്? സൈറ്റോകൈനിൻ ആണ്. അപ്പൊ സെൽ ഇലോങ്ങേഷൻ ഓക്സിൻ ആണെങ്കിൽ ഇവിടെ സെൽ ഡിവിഷന് സഹായിക്കുന്നത് ആരാണ്? സൈറ്റോകൈനിൻ ആണ് കേട്ടോ. ശ്രദ്ധിക്കണം, സെൽ ഡിവിഷന് സഹായിക്കുന്നത് സൈറ്റോകൈനിൻ. നെക്സ്റ്റ്,
വിച്ച് ഹോർമോൺ പ്രൊമോട്ട് സ്റ്റെം ഇലോങ്ങേഷൻ? പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ ആൾ മാറി. എന്താണ് സ്റ്റെം ഇലോങ്ങേഷൻ ആയി അല്ലേ? അപ്പൊ നേരത്തെ സെൽ ഇലോങ്ങേഷൻ ആണ്, പിന്നെന്താണ് അതിനുശേഷം സെൽ ഡിവിഷൻ ആയി. ഇപ്പൊ എന്താണ് സ്റ്റെം ഇലോങ്ങേഷൻ? അതായത് നമ്മുടെ തണ്ട്, സസ്യങ്ങളുടെ തണ്ട് അല്ലെങ്കിൽ കാണ്ഡഭാഗം നീളം വെക്കാൻ സഹായിക്കുന്നത് ആരാണ്? ഗിബ്ബറിലിൻ ആണ് കേട്ടോ. അപ്പൊ സ്റ്റെം ഇലോങ്ങേഷന് സഹായിക്കുന്ന ഹോർമോൺ ചോദിച്ചു കഴിഞ്ഞാല് ഗിബ്ബറിലിൻ ആണ്. അപ്പം നമ്മൾ സെൽ ഇലോങ്ങേഷനെ സഹായിക്കുന്നത് ഓക്സിൻ, അതുപോലെ തന്നെ സെൽ ഡിവിഷന് നമ്മളെ സഹായിക്കുന്നത് ആരാണ്? സൈറ്റോകൈനിൻ ആണ്. അപ്പൊ ഇവിടെ എന്താണ് സ്റ്റെം ഇലോങ്ങേഷനെ സഹായിക്കുന്നത് ഗിബ്ബറിലിൻ ആണ്. എല്ലാം ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ്. അടുത്ത വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻഹിബിറ്റ്സ് പ്ലാന്റ് ഗ്രോത്ത്? പ്ലാന്റ് ഗ്രോത്ത് ഇത് തടയുന്നത് ആര്? അതായത് നമ്മൾ നേരത്തെ പല സ്ട്രെസ് ഹോർമോണായിട്ട് പ്ലാന്റ് ഗ്രോത്ത് ഒക്കെ തടയും. ഇൻഹിബിറ്റേഴ്സ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചത് ആരൊക്കെയാണ്? ആബ്സിസിക് ആസിഡിനെയും എഥിലീനെയാണ് പഠിച്ചത് അല്ലെ? അപ്പൊ ഇവിടെ ഇൻഹിബിറ്റ് പ്ലാന്റ് ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യുന്നത് ആരാണ്? ഓക്സിൻ, ഗിബ്ബറിലിൻ, സൈറ്റോകൈനിൻ, ആബ്സിസിക് ആസിഡ്. നമുക്കറിയാം 3 പേരും എന്താണ്? ഈ 3 പേരും പ്രൊമോട്ടേഴ്സ് ആണ്. അപ്പൊ ആൻസർ ആരാണ്? ആബ്സിസിക് ആസിഡ് ആണ്. അപ്പൊ പ്ലാന്റ് ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത് ഇവിടെ ആബ്സിസിക് ആസിഡ്. നെക്സ്റ്റ്, വിച്ച് ഹോർമോൺ ഡിലേസ് സെൻസെൻസ് അഥവാ ഏജിങ് എന്ന് പറയും കേട്ടോ. സെനസെൻസ് ഓർ ഏജിങ് ഇൻ പ്ലാന്റ്സ്. അതായത് സസ്യങ്ങളിൽ പ്രായമാകുന്നതിനെ തടയുന്ന ഹോർമോൺ സെനസെൻസ് അഥവാ ഏജിങ്. അപ്പൊ അത് ആരാണെന്നാണ് ചോദിച്ചത്? സൈറ്റോകൈനിൻ, ഓക്സിൻ, എഥിലീൻ, ആബ്സിസിക് ആസിഡ്. ആരാണ്? സൈറ്റോകൈനിൻ ആണ് കേട്ടോ. സസ്യങ്ങളിൽ ഏജിങ് തടയുന്നത്, അല്ലെങ്കിൽ അത് പറയുന്നത് നമ്മൾ നോർമലി സെനസെൻസ് തടയുന്നത് ആരാണ്? സൈറ്റോകൈനിൻ ആണ്. അപ്പൊ അതും കൂടെ ഓർമ്മിച്ച് വെക്കുക. സസ്യങ്ങളിൽ ഏജിങ് അല്ലെങ്കിൽ സെനസെൻസ് തടയുന്നത് നമ്മുടെ സൈറ്റോകൈനിൻ ആണ്. നെക്സ്റ്റ്, വിച്ച് ഹോർമോൺ ടേക്സ് സീഡ് ഡോർമെൻസി? വിത്തുകള് ഈ പ്രതികൂല കാലാവസ്ഥയിലൊക്കെ ചിലപ്പോ അല്ലെങ്കിൽ ചിലപ്പോ എന്താ പറയാ, മുളയ്ക്കാതെ ഇങ്ങനെ നിൽക്കും അല്ലെ? അപ്പൊ അതിനെയൊക്കെ ബ്രേക്ക് ചെയ്ത് മുളയ്ക്കാൻ സഹായിക്കുന്നത് ആരെന്നാണ് ചോദിച്ചത്? ആബ്സിസിക് ആസിഡ്, ഓക്സിൻ, ഗിബ്ബറിലിൻ, എഥിലീൻ. ആരാണ്? ഗിബ്ബറിലിൻ ആണ് കേട്ടോ. അപ്പൊ സീഡ് ഡോർമൻസിയെ ബ്രേക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ വിത്തുകളുടെ സുഷുപ്തി അതിനെ ബ്രേക്ക് ചെയ്യുന്നത് ആരെന്നാണ് ചോദിച്ചത്? ഗിബ്ബറിലിൻ ആണ്. സീഡ് ഡോർമൻസി ഇമ്പോർട്ടന്റ് ആണ്. സീഡ് ഡോർമൻസിയെ ബ്രേക്ക് ചെയ്യാൻ സഹായിക്കുന്നത് ഗിബ്ബറിലിൻ ആണ്. ബ്രേക്ക് ചെയ്യാനാണ് സീഡ് ഡോർമൻസിയെ ബ്രേക്ക് ചെയ്യാൻ സഹായിക്കുന്നത് ഗിബ്ബറിലിൻ ആണ്. നെക്സ്റ്റ്, വിച്ച് ഹോർമോൺ ഹെൽപ്പ് ഇൻ എപ്പിക്കൽ ഡൊമിനൻസ്? അതായത് എപ്പിക്കൽ ഡൊമിനൻസിനെ സഹായിക്കുന്നത് ആരെന്നാണ് ചോദിച്ചത്? അപ്പൊ എപ്പിക്കൽ ഡൊമിനൻസ് എന്ന് പറയുമ്പോൾ നമ്മളെ എന്താണ് മെയിൻ ആയിട്ടുള്ള സ്റ്റെമ്മ് എന്താ പറയാ നീണ്ടു വളർന്നു പോകുന്നതിനാണ് എപ്പിക്കൽ ഡൊമിനൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ സഹായിക്കുന്നത് സൈറ്റോകൈനിൻ, ഓക്സിൻ, എഥിലീൻ, ഗിബ്ബറിലിൻ. ആരാണ്? ഓക്സിൻ ആണ് കേട്ടോ. എപ്പിക്കൽ ഡൊമിനൻസിനെ സഹായിക്കുന്നത് ഓക്സിൻ ആണ്. എപ്പിക്കൽ ഡൊമിനൻസിനെ സഹായിക്കുന്നത് ഓക്സിൻ ആണ്. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക. വിച്ച് ഹോർമോൺ ഹെൽപ്പ് ആപ്പിക്കൽ ഡൊമിനൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഓക്സിൻ ആണ്. നെക്സ്റ്റ്, വിച്ച് ഹോർമോൺ ഈസ് യൂസ്ഡ് ഇൻ ടിഷ്യൂ കൾച്ചർ? സൈറ്റോകൈനിൻ, എഥിലീൻ, ആബ്സിസിക് ആസിഡ്, ഓക്സിൻ ഓൺലി. അപ്പൊ ഏതാണ്? അതായത് ടിഷ്യൂ കൾച്ചറിന് ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ പ്ലാന്റ് ഹോർമോൺ ഏതെന്നാണ് ചോദിച്ചത്? സൈറ്റോകൈനിൻ ആണ് കേട്ടോ. അപ്പം ടിഷ്യൂ കൾച്ചറിനെ സഹായിക്കുന്ന പ്ലാന്റ് ഹോർമോൺ ചോദിച്ചു കഴിഞ്ഞാൽ അത് സൈറ്റോകൈനിൻ ആണ്. സൈറ്റോകൈനിൻ. അപ്പൊ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതെല്ലാം കൂടെ നമ്മളിട്ട് ഒരു ടേബിൾ ആണ് ഇത്. അപ്പൊ നോക്കാം നമുക്ക്. ഓക്കെ, അപ്പൊ ഓക്സിൻസ് അല്ലെ എന്തിനാ സഹായിക്കുന്നത്? സ്റ്റിമുലേറ്റ്. നേരത്തെ നമ്മൾ പറഞ്ഞാണ് സെൽ ഇലോങ്ങേഷൻ, ഷൂട്ട്സ് ആൻഡ് ഫ്രൂട്ട്സ് അല്ലെ. നമ്മുടെ തണ്ടിലും അതുപോലെ വേരിലും ഒക്കെ സെല്ലിന്റെ ഇലോങ്ങേഷൻ, കോശത്തിന്റെ ഇലോങ്ങേഷൻ വെക്കലും സഹായിക്കുന്നു. പ്രൊമോട്ട് ആപ്പിക്കൽ ഡൊമിനൻസ് ആൻഡ് ലാറ്ററൽ ബഡ് ഇൻഹിബിറ്റ്. എന്താണ്? ആപ്പിക്കൽ ഡൊമിനൻസിനെ സഹായിക്കുന്നത്, അതുപോലെ ലാറ്ററൽ ബഡിനെ തടയുക. അതായത് മെയിൻ ആയിട്ടുള്ള സ്റ്റെമ്മിനെ ഇങ്ങനെ നീണ്ടുപോകാൻ സഹായിക്കും. മറ്റേതിനെ എന്താക്കും? പ്രിവെന്റ് ചെയ്യും. സൈഡിലേക്കുള്ള ബഡിനെ മുകളത്തിന് എന്താക്കും? തടഞ്ഞു വെക്കും. അതാണ് ഉദ്ദേശിച്ചത്. പ്രൊമോട്ട് ആപ്പിക്കൽ ഡൊമിനൻസ് ആൻഡ് ലാറ്ററൽ ബഡ് ഇൻഹിബിഷൻ. ഇൻഡ്യൂസ് ഫോട്ടോട്രോപ്പിസം ആൻഡ് ഗ്രാവിറ്റോട്രോപ്പിസം. അപ്പൊ ശ്രദ്ധിക്കാൻ, നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്? ഫോട്ടോട്രോപ്പിസത്തിന്റെ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ ആ ക്വസ്റ്റ്യനിൽ എന്തുണ്ടായിരുന്നില്ല? ഗ്രാവിറ്റോട്രോപ്പിസം അല്ലെങ്കിൽ ജിയോട്രോപ്പിസം ഉണ്ടായിരുന്നില്ല. അപ്പൊ രണ്ടിനെയും സഹായിക്കുന്നത് ആരാണ്? ഓക്സിൻ ആണ് കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഓക്സിന്റെ ഫങ്ഷൻ ശ്രദ്ധിക്കുക. സെൽ ഇലോങ്ങേഷൻ, അതുപോലെ ആപ്പിക്കൽ ഡൊമിനൻസും ലാറ്ററൽ ബഡ് ഇൻഹിബിഷനും, അതുപോലെ ഫോട്ടോട്രോപ്പിസവും ഗ്രാവിറ്റോട്രോപ്പിസവും. ഓക്കെ, ഇനി അടുത്തത് ഗിബ്ബർലിൻസ് ആണ്. പ്രൊമോട്ട് സ്റ്റെം ഇലോങ്ങേഷൻ ആൻഡ് സെൽ ഡിവിഷൻ. ഇപ്പൊ എന്താണ്? സ്റ്റെമ്മിന്റെ ഇലോങ്ങേഷനും സെൽ ഡിവിഷനും സഹായിക്കുന്നുണ്ട്. അതുപോലെ സ്റ്റിമുലേറ്റ് സീഡ് ജെർമിനേഷൻ ആൻഡ് ഫ്ലവറിങ്. അതായത് സീഡ് മുളയ്ക്കാൻ, വിത്ത് മുളയ്ക്കാൻ, അതുപോലെ ഫ്ലവറിങ്ങിനും സഹായിക്കുന്നത് ഗിബ്ബറിലാണ്. ബ്രേക്ക് സീഡ് ഡോർമൻസി ബ്രേക്ക് ചെയ്യാൻ സഹായിക്കുന്നതും ഗിബ്ബറിലാണ്. സ്റ്റെം ഇലോങ്ങേഷനും സെൽ ഡിവിഷൻ, അതുപോലെ തന്നെ
എന്താണ് സ്റ്റിമുലേറ്റ് സീഡ് ജെർമിനേഷൻ ആൻഡ് ഫ്ലവറിംഗ്, അതുപോലെ സീഡ് ഡോർമൻസി ബ്രേക്ക് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻസിനൊക്കെ ഒരു ടേബിൾ ആക്കിയെന്നേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് സൈറ്റോകൈനിൻസ് എന്താണ്? സ്റ്റിമുലേറ്റ് സെൽ ഡിവിഷൻ ആൻഡ് ഡിഫറൻഷിയേഷൻ, കോശങ്ങളെ പിന്നെ വിഭജിക്കാൻ സഹായിക്കാനും ഓരോ ഗ്രൂപ്പാക്കി, അതായത് ടിഷ്യൂ ആക്കി മാറ്റാൻ, അതായത് ഓരോ ഫംഗ്ഷൻ ചെയ്യുന്ന കോശങ്ങളുടെ കൂട്ടമാക്കി മാറ്റാനും സഹായിക്കുന്നത് സൈറ്റോകൈനിൻ ആണ് കേട്ടോ. സ്റ്റിമുലേറ്റ് സെൽ ഡിവിഷൻ ആൻഡ് ഡിഫറൻഷിയേഷൻ, പ്രൊമോട്ട് ഷൂട്ട് ആൻഡ് റൂട്ട് ഫോർമേഷൻ, അതുപോലെ സസ്യങ്ങളിലെ തണ്ടും അതുപോലെ വേരും ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നത് സൈറ്റോകൈനിൻ ആണ്. പിന്നെ ഏജിങ്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഏജിങ് ഡിലേ ചെയ്യാൻ സഹായിക്കുന്നതും സൈറ്റോകൈനിൻ ആണ്. അപ്പൊ സെൽ ഡിവിഷനും ഡിഫറൻഷിയേഷനും സഹായിക്കുന്നു, ഷൂട്ടിന്റെ റൂട്ടിന്റെ ഫോർമേഷനും സഹായിക്കുന്നു, ഏജിങ്ങിനെ പതുക്കെ ആക്കും അല്ലെങ്കിൽ ഡിലേ ആക്കും. നെക്സ്റ്റ് ലാസ്റ്റ് വൺ ആബ്സിസിക് ആസിഡ് ഇൻഡ്യൂസ് ടൊമാറ്റൽ ക്ലോഷർ ആൻഡ് റെഡ്യൂസ് ട്രാൻസ്പിരേഷൻ, അതായത് നമ്മളെ ഇലകളിലൊക്കെ കാണപ്പെടുന്ന ചെറിയ സുഷിരങ്ങളാണ് സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. അതുവഴിയാണ് നമ്മുടെ വാട്ടർ വേപ്പർ സസ്യങ്ങളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ വരൾച്ചയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് സസ്യങ്ങളിൽ ഉള്ള വെള്ളം നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ അതിന്റെ ആ സ്റ്റൊമാറ്റ, ആ ഹോൾ അല്ലെങ്കിൽ ചെറിയ പോറില്ലേ, ചെറിയ സുഷിര, അതിനെ പറയാം സ്റ്റൊമാറ്റ എന്നാണ്, അതിനെ അടച്ചു വെക്കുകയും ട്രാൻസ്പിരേഷൻ കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നത് ആബ്സിസിക് ആസിഡ് ആണ്. പിന്നെ റെഗുലേറ്റ് റെസ്പോൺസസ് ടു സ്ട്രെസ് സച്ച് എസ് സ്ട്രെസ്, ഇപ്പൊ വരൾച്ചയൊക്കെ വരുമ്പം അതിനെതിരെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാൻ സഹായിക്കുന്നത് ആബ്സിസിക് ആസിഡ് ആണ്. അതുപോലെ സീഡ് ഡോർമൻസിക്ക് സഹായിക്കുന്നതും ആരാണ്? ആബ്സിസിക് ആസിഡ് ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, സീഡ് ഡോർമൻസി ബ്രേക്ക് ചെയ്യാൻ സഹായിക്കുന്നത് ഗിബ്ബറിലാണ്, പക്ഷെ സീഡ് ഡോർമൻസിക്ക് സഹായിക്കുന്നത് ആബ്സിസിക് ആസിഡ് ആണ്. അതായത് സീഡിനെ ഡോർമെന്റ് ആയിട്ട് സുഷുപ്തിയിൽ ഇരിക്കാൻ സഹായിക്കുന്നത് ആബ്സിസിക് ആസിഡ് ആണ്, അത് ബ്രേക്ക് ചെയ്യാൻ സഹായിക്കുന്നത് ഗിബ്ബറിനാണ്. പിന്നെ എൻഹാൻസ് ടഫ് ടോളറൻസ്, അതുപോലെ വരൾച്ചയൊക്കെ വരുമ്പോൾ അതിന് താങ്ങാനുള്ള കപ്പാസിറ്റി കൊടുക്കുകയും അതിനെ പ്രാപ്തമാക്കുകയും ചെയ്യാൻ സഹായിക്കുന്നത് ആബ്സിസിക് ആസിഡ്. അതായത് സസ്യങ്ങളിൽ മൊത്തത്തിൽ ഒരു സ്ട്രെസ് അറ്റ്മോസ്ഫിയർ വരുമ്പോൾ അതിനെ സഹായിക്കുന്നത് ആരാണ്? അതിൽ പിടിച്ചു നിൽക്കാൻ സഹായിക്കുന്നത് ആബ്സിസിക് ആസിഡ് ആണ്. അതുകൊണ്ട് സ്ട്രെസ് ഹോർമോൺ ഏതെന്ന് ചോദിച്ചാൽ ആബ്സിസിക് ആസിഡ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്ററിന്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇവല്യൂഷൻ ആൻഡ് ജെനറ്റിക്സ്, അതിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് വൺ, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത്, ഇവല്യൂഷനിലുള്ളതാണ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, അതായത് പ്രകൃതിയിൽ നിലനിൽക്കാൻ പറ്റുന്ന ആള്, എന്താ പറയാ, ഫിറ്റ് ആയിട്ടുള്ള ആൾ അവിടെ നിലനിൽക്കുന്നു എന്നുള്ള ഒരു തത്വം, ഇവല്യൂഷന്റെ തത്വം അല്ലെങ്കിൽ പരിണാമത്തിന്റെ തത്വം കൊണ്ടുവന്നതായിരുന്നാണ് ചോദിച്ചത്. മെൻഡൽ, ഡാർവിൻ, ലാമാർക്ക്, മോർഗൻ. ആരാണ്? ഡാർവിൻ ആണ് കേട്ടോ. അപ്പൊ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്നത്, അതായത് പ്രകൃതിയിലെ പിന്നെ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ കഴിയുന്നവ മാത്രം നിലനിൽക്കുന്നു, മറ്റുള്ളവ നശിച്ചു പോകുന്നു. അപ്പൊ ഈ ഒരു തത്വപ്രകാരമാണ് നമ്മുടെ പരിണാമം നടന്നത് എന്നൊക്കെ പറഞ്ഞ് സമർത്ഥിച്ച ആളാണ് ആര്? ഡാർവിൻ എന്ന് പറയുന്നത്. അപ്പൊ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്നത് അസോസിയേറ്റ് ചെയ്യുന്ന ഏത് സയന്റിസ്റ്റ് ആണെന്നാണ് ചോദിച്ചത്. മെൻഡലാണോ, ഡാർവിനാണോ, ലാമാർക്കാണോ, മോർഗനാണോ? ആരാണ്? ഡാർവിനാണ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ഹോമോലോഗസ് ഓർഗൻസ്. അപ്പം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഹോമോലോഗസ് ഓർഗൻ എന്ന് പറയുന്നത്. അപ്പോ നമ്മളെ സ്ട്രക്ചർ, അതായത് ചില ജീവികളിൽ നമ്മൾ എന്ത് കാണാം? സ്ട്രക്ചർ കാണുന്ന സമയത്ത് എന്താണ്? ഡിഫറെന്റ് ഓർഗാൻസത്തിലും പക്ഷെ ഒരേപോലത്തെ സ്ട്രക്ചർ, പിന്നെ എന്താണ്? അനാറ്റമി ഒക്കെ എന്താണ്? സിമിലർ ആയിരിക്കും, അതിന്റെ ഉള്ളിലുള്ള കൺസ്ട്രക്ഷൻ സിമിലർ ആയിരിക്കും, പക്ഷെ ഫങ്ഷൻ എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും കേട്ടോ. ചെയ്യുന്ന ജോലി ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള, അതായത് സ്ട്രക്ചർ, ഉള്ളിലുള്ള അനാറ്റമി ഒരുപോലെയും ചെയ്യുന്ന ജോലി വേറെയൊക്കെ ആയിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള ഓർഗൻസിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹോമോലോഗസ് ഓർഗൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ സ്ട്രക്ചർ, അനാറ്റമി, ഉള്ളിലത്തെ സ്ട്രക്ചർ പരിശോധിച്ചാൽ ഏകദേശം ഒരുപോലെ ആയിരിക്കും, പക്ഷെ ചെയ്യുന്ന ഫങ്ഷൻസ് എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അത്തരത്തിലുള്ളതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹോമോലോഗസ് ഓർഗൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ ചോദിച്ചത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ഹോമോലോഗസ് ഓർഗൻ? വിങ്സ് ഓഫ് ബട്ടർഫ്ലൈ ആൻഡ് ബേർഡ്സ്, രണ്ടും പറക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. ഹ്യൂമൻ ഹാൻഡ് ആൻഡ് വെയിൽ ഫ്ലിപ്പർ അല്ലെ, എന്താണ്? നമ്മുടെ കൈ, അതുപോലെ വെയിലിന്റെ ഫ്ലിപ്പർ, ചിറക് പോലത്തെ ഭാഗം. ഐസ് ഓഫ് ഒക്ടോപ്പസ് ആൻഡ് ഹ്യൂമൻ, രണ്ടും എന്താണ്? ഒന്ന് തന്നെയാണ് ഫംഗ്ഷൻ. ലെഗ്സ് ഓഫ് ഇൻസെക്ട് ആൻഡ് വെർട്ടബ്രേറ്റ്, എന്താണ്? കാല് നിൽക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടിനുള്ളത്. അപ്പൊ ഇവിടെ സ്ട്രക്ചർ ഒരുപോലെയും ഫംഗ്ഷൻ വേറെ ആയത് ഏതാണ്? ഹ്യൂമൻ ഹാൻഡ് ആൻഡ് വെയിൽ ഫ്ലിപ്പർ ആണ് കേട്ടോ. നമ്മൾ കൈയിന്റെ ഫംഗ്ഷൻ നമുക്ക് അറിയുന്നതാണ്. വെയിൽ ഫ്ലിപ്പർ നീന്താൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളെ തിമിംഗലം ഉപയോഗിക്കുന്നത്. അപ്പൊ ഹ്യൂമൻ ഹാൻഡ് ആൻഡ് വെയിൽ ഫ്ലിപ്പർ ആണ് ഇവിടെ ആൻസർ വരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഹോമോലോഗസ് ഓർഗൻസ് എന്ന് കാണുമ്പോൾ അനാറ്റമി, സ്ട്രക്ചർ ഒരുപോലെ ആയിരിക്കും, പക്ഷെ ചെയ്യുന്ന ഫംഗ്ഷൻ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അതിന് എക്സാമ്പിൾ ഇവിടെ കൊടുത്തത് ഹ്യൂമൻ ഹാൻഡ് ആൻഡ് വെയിൽ ഫ്ലിപ്പർ ആണ്. അപ്പൊ അത് കൂടാതെ തന്നെ ഫോർ ലിംബ് ഓഫ് ഹ്യൂമൻ, ബാറ്റ്, വെയിൽസ്, നേരത്തെ ഇത് തന്നെയാണ് ഏകദേശം. എന്താണ്? നമ്മളെ പിന്നെ കൈയും അതുപോലെ തന്നെ
ബാറ്റ് അല്ലെ, എന്താണ് നമ്മളെ വവ്വാലിന്റെ കൈ, ഇതൊക്കെ എന്താണ് സെയിം ആണ് സ്ട്രക്ചർ വരുന്നത്, പക്ഷെ ഓരോന്നിനും എന്താണ് ഡിഫറെന്റ് ഫംഗ്ഷൻ ആണ്. നമുക്ക് കൈ കൊണ്ട് നമ്മൾ പിന്നെ ഓരോന്ന് എടുക്കുക പിടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്, പക്ഷെ അവർക്ക് എന്തിനാണ് പറക്കാൻ വേണ്ടി, വെയിലിനാണെങ്കിൽ നീന്താനും ബാറ്റിനാണെങ്കിൽ പറക്കാനും ഒക്കെയാണ്. അപ്പൊ സ്ട്രക്ചർ ഒരുപോലെയും ഫംഗ്ഷൻ ഡിഫറെന്റുമാണ്. അതാണ് ഹോമോലോഗസ് ഓർഗൻസ്. നെക്സ്റ്റ് എന്താണ് അനലോഗസ് ഓർഗൻസ് ഹാവ് സെയിം ഒറിജിൻ, സെയിം ഫങ്ഷൻ, സെയിം സ്ട്രക്ചർ, സെയിം ആൻസസ്ട്രി. അപ്പൊ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാല് ഇവിടെ എന്താണ് സ്ട്രക്ചർ അനലോഗസ് ഓർഗൻസിന്റെ ഫങ്ഷൻ സിമിലർ ആയിരിക്കും, പക്ഷെ സ്ട്രക്ചർ എന്തായിരിക്കും വേറെ ആയിരിക്കും. നേരത്തെ തന്നെ വിപരീതമാണ് കേട്ടോ. അപ്പൊ എന്താണ് ഇവിടെ വരുന്നത്, ഇവിടെ സെയിം ഫങ്ഷൻ ആയിരിക്കും, സ്ട്രക്ചർ എന്തായിരിക്കും സ്ട്രക്ചർ ഡിഫറെന്റ് ആയിരിക്കും കേട്ടോ. അപ്പൊ അത്തരത്തിലുള്ളതിനാണ് എന്ത് വിളിക്കുന്നത് അനലോഗസ് ഓർഗൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് വിങ്സ് ഓഫ് ബേർഡ്സ്, ബാറ്റ്, ഇൻസെക്ട് ഒക്കെ പറയാം കേട്ടോ. അപ്പൊ വിങ്സ് ചിറകുകളിലെ ബേർഡ്സ്, ബാറ്റ്, അതുപോലെ ബട്ടർഫ്ലൈസ്, ഇതിന്റെ ഒക്കെ അല്ലെങ്കിൽ ഇൻസെക്ട് ഇതിന്റെ ഒക്കെ എന്താണ് വിങ്സ് അല്ലെ, ഇതിന്റെ ഒക്കെ വിങ്സ് എന്താണ്, ഇതിന്റെ ഒക്കെ വിങ്സ് പറക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അല്ലെ, പക്ഷെ സ്ട്രക്ചർ എന്തായിരിക്കും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അത്തരത്തിൽ തന്നെയാണ് നമ്മൾ എന്ത് പറയാ അനലോഗസ് ഓർഗൻ. നേരത്തെ ഹോമോലോഗസ് ആണെങ്കിൽ അനാറ്റമിക്കൽ സ്ട്രക്ചർ സെയിം ആയിരിക്കും, എന്ത് ഡിഫറെന്റ് ആയിരിക്കും ഫങ്ഷൻ ഡിഫറെന്റ് ആയിരിക്കും. ഇവിടെ ആണെങ്കിൽ ഫങ്ഷൻ സെയിം ആയിരിക്കും, സ്ട്രക്ചർ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അത്തരത്തിലുള്ളതാണ് അനലോഗസ് ഓർഗൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അത് എക്സാമ്പിൾ മനസ്സിലാക്കി വെക്കുക. ബേർഡ്സ്, ബാറ്റ്, ഇൻസെക്ട് ഇതിന്റെയൊക്കെ വിങ്സിന് സെയിം ഫങ്ഷൻ ആണ്, പറക്കുക എന്നുള്ളതാണ്, പക്ഷെ സ്ട്രക്ചർ എന്താണ് വേറെയാണ്. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ വെസ്റ്റിജിയൽ ഓർഗൻ ഇൻ ഹ്യൂമൻസ്. അതായത് നമ്മളിലെ വെസ്റ്റിജിയൽ ഓർഗൻ എന്താണെന്നാണ് ചോദിച്ചത്. ഇനിയിപ്പോ എന്താണ് വെസ്റ്റിജിയൽ ഓർഗൻ? അതായത് നമ്മളെ പൂർവികരിൽ നിന്ന് നമുക്ക് കൈമാറി കിട്ടിയ അവയവങ്ങളാണ്, പക്ഷേ അവരിൽ അത് ആൻസിസ്റ്റേഴ്സിൽ അത് എന്തായിട്ടുണ്ട് നല്ലപോലെ ആക്റ്റീവും പ്രവർത്തിച്ചതൊക്കെയാണ്, പക്ഷെ നമ്മളിൽ എന്താണ് നമ്മളിൽ പ്രവർത്തിക്കുന്നില്ല, വെറുതെ ഒരു അവയവം അത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് അതായത് പൂർവികരിൽ നിന്ന് ഇവല്യൂഷൻ വഴി കിട്ടിയത് കൊണ്ട് നമ്മളെ കയ്യിലുണ്ട്, പക്ഷെ പ്രത്യേകിച്ച് എന്തില്ല ഉപയോഗമില്ല. അപ്പൊ അത്തരത്തിലുള്ള ഓർഗൻസിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് വെസ്റ്റിജിയൽ ഓർഗൻ എന്ന് പറയുന്നത്. പൂർവികർക്കുള്ളത് കൊണ്ട് നമുക്ക് കൈമാറി കിട്ടി, പക്ഷെ ഇപ്പൊ നമുക്കിപ്പം പ്രസന്റ് ആയിട്ട് അതിന് ആവശ്യമില്ല, ഉണ്ടെങ്കിൽ ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ല, അതുപോലെ ഒരു ഉപയോഗമില്ലാത്ത സാധനം, അതാണ് വെസ്റ്റിജിയൽ ഓർഗൻ എന്ന് പറയുന്നത്. ഹാർട്ട്, ലിവർ, അപ്പൻഡിക്സ്, ബ്രെയിൻ. അപ്പൊ ഇതിൽ ഏതായിരിക്കും നമുക്കറിയാലോ അല്ലെ, ഏതാണ് അപ്പൻഡിക്സ് ആണ് കേട്ടോ. അപ്പൻഡിക്സ് വെസ്റ്റിജിയൽ ഓർഗൻ ആണ്. അതുപോലെ നമ്മുടെ വിസ്ഡം ടീത്ത്, അതുപോലെ തന്നെ നമ്മുടെ ടെയിൽ ബോൺ കേട്ടോ, ടെയിൽ ബോണ് അതിന് പറയാ കോക്സിക്സ് ടെയിൽ ബോൺ അഥവാ കോക്സിക്സ്. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ഇതെല്ലാം വെസ്റ്റിജിയൽ ഓർഗന് എക്സാമ്പിൾ ആണ് കേട്ടോ. വിസ്ഡം ടീത്ത്, ടെയിൽ ബോൺ, അപ്പൻഡിക്സ് ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? ഇതെല്ലാം തന്നെ നമ്മളുടെ വെസ്റ്റിജിയൽ ഓർഗന് എക്സാമ്പിൾസ് ആണ്. അപ്പൊ അത് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പൊ വെസ്റ്റിജിയൽ ഓർഗൻ എന്ന് വെച്ചാൽ പൂർവികരിൽ നിന്ന് നമുക്ക് കൈമാറി കിട്ടി, പക്ഷെ എന്താണ് ഇപ്പൊ യൂസ് ഒന്നുമില്ല കേട്ടോ. അപ്പൊ അത്തരത്തിലുള്ളതിനാണ് എന്ത് വിളിക്കുന്നത് നമ്മള്, അത്തരത്തിലുള്ളതിനാണ് നമ്മള് കോക്സിക്സ്. അപ്പൊ അത്തരത്തിലുള്ളതിനാണ് നമ്മൾ വെസ്റ്റിജിയൽ ഓർഗൻ എന്ന് പറയുന്നത്. അപ്പൻഡിക്സ്, വിസ്ഡം ടീത്ത്, ടെയിൽ ബോൺ ഇതൊക്കെ അതിന് എക്സാമ്പിൾസ് ആണ്. അപ്പൊ നമ്മൾ നേരത്തെ തിയറി ഓഫ് ഇവല്യൂഷൻ പറഞ്ഞിരുന്നു. അപ്പൊ അത് ഞാൻ ജസ്റ്റ് ഒരു എല്ലാത്തിനും ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ, ഇതിൽ മാത്രം ഒന്ന് നോക്കാം. തിയറി ഓഫ് ഇവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷൻ, പ്രകൃതി നിർദ്ധാരണം അല്ലെങ്കിൽ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്ന ഇവല്യൂഷൻ തിയറി കൊണ്ടുവന്നത് ഡാർവിൻ കൊണ്ടുവന്ന് പിന്നെ ആൽഫ്രഡ് റസൽ അതിനെ വാദിച്ചു, അതാണ് ചെയ്തത് കേട്ടോ. ഡാർവിൻ പ്രൊപ്പോസ് ദാറ്റ് ഇൻഡിവിജ്വൽസ് വിത്ത് ട്രേറ്റ്സ് ബെറ്റർ suited to their environment are more likely to survive and reproduce. അതായത് പരിസ്ഥിതിയുമായിട്ട് കൂടുതൽ ഇണങ്ങിച്ചേരുന്ന ജീവികൾ മാത്രം നിലനിൽക്കുകയും റീപ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു, അല്ലാത്തവ നശിക്കുന്നു. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഫിറ്റസ്റ്റ് ഇല്ല. അപ്പൊ അതാണ്. അപ്പൊ അത് കൊണ്ടുവന്നത് നാച്ചുറൽ സെലക്ഷൻ എന്നാണ് അതിന് പറയാ, പ്രകൃതി നിർദ്ധാരണം. അത് കൊണ്ടുവന്ന ആള് ആരാണ്? ചാൾസ് ഡാർവിൻ ആണ്. അപ്പോൾ വാലേസ് ഇൻഡിപെൻഡന്റ്ലി റീച്ച് ദ സെയിം കൺക്ലൂഷൻ ഇൻ 1858. അതിന് മുമ്പാണ് ഡാർവിൻ കൊണ്ടുവന്നത്. 1858 ആരും അതിലേക്ക് എത്തിച്ചേർന്നു, ആൽഫ്രഡ് റസൽ വാലേസും അതിലേക്ക് എത്തിച്ചേർന്നു. അപ്പൊ ആ രണ്ട് പേരുകളും നാച്ചുറൽ സെലക്ഷന്റെ കേസിൽ ഓർത്തു വെക്കുക. തിയറി ഓഫ് ഇവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷൻ എന്നാണ് കാണുന്നെങ്കിൽ മെയിൻ ആയിട്ട് പേര് ചാൾസ് ഡാർവിൻ തന്നെയാണ് ആൻസർ കൊടുക്കുക. പക്ഷെ എന്തെങ്കിലും കാരണവശാൽ ആൽഫ്രഡ് റസൽ ഉണ്ടെങ്കിൽ അതും കൂടെ. ഓക്കെ, ഇനി അടുത്തത് ലാമാർക്കിസം ആണ്. ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടറിസ്റ്റിക്സ്, ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക്. അയാളുടെ പേരെന്താണ്? ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക് ആണ്. അപ്പൊ അതായത് നമ്മളിപ്പോ ജിറാഫിന്റെ കഴുത്ത് അല്ലെ, ജിറാഫ്
ഉയരത്തിലുള്ള സസ്യങ്ങളിൽ നിന്ന് ഭക്ഷണം കിട്ടാത്ത സമയത്ത് ഉയരത്തിലുള്ള സസ്യങ്ങളിൽ നോക്കി ഇല കഴിക്കാൻ വേണ്ടി കഴുത്ത് പൊക്കിയിട്ടാണ് അതിന്റെ കഴുത്ത് നീണ്ടുപോയതെന്നും അപ്പൊ അത് എന്താണ് അത്തരത്തിൽ പ്രകൃതിയോട് യോജിക്കാൻ വേണ്ടി ശ്രമിച്ച സമയത്ത് അത് എന്താണ് അതിന്റെ പിന്നെ ആ ഷേപ്പിൽ മാറ്റം വരിക, അത് തലമുറകളിലൂടെ കൈമാറി വരികയും ചെയ്തു എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള തിയറിയാണ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് കൊണ്ടുവന്ന ആള് ആരാണ്? ലാമാർക്കാണ് കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രൊപ്പോസ് ദാറ്റ് ട്രേറ്റ്സ് ഡെവലപ്ഡ് ഓർ ചേഞ്ച്ഡ് ഡ്യൂറിംഗ് എൻ ഓർഗാനിസം ഇറ്റ്സ് ലൈഫ് ടൈം ത്രൂ യൂസ് ഓർ ഡിസ്യൂസ് ക്യാൻ ബി പാസ്ഡ് ഓൺ ടു ഓഫ് സ്പ്രിങ്സ്. അതായത് ഏതെങ്കിലും ജീവജാലങ്ങൾ പ്രകൃതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്യുമല്ലോ. അപ്പൊ അങ്ങനെ അനുകൂലിക്കാൻ വേണ്ടി ചെയ്ത സമയത്ത് അത്തരം കാര്യങ്ങൾ എന്തായിരുന്നു? തലമുറകളിലേക്ക് കൈമാറപ്പെടുന്നു. അതിനാണ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടേഴ്സ്. അതായത് ഒരു ജീവി ജീവിക്കുന്ന സമയത്ത് അത് നേടുന്ന സ്വഭാവ സവിശേഷത, ശരീരത്തിന്റെ ഒക്കെ അല്ലെങ്കിൽ സ്വഭാവ സവിശേഷതകൾ അടുത്ത തലമുറയിലേക്ക് അല്ലെങ്കിൽ കൈമാറുന്നു. അത്തരത്തിലുള്ള തിയറിയാണ് എന്ന് പറയുന്നത് ലാമാർക്കിസം എന്ന് പറയുന്നത്. ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്കാണ് അത് കൊണ്ടുവന്നത്. നെക്സ്റ്റ് മ്യൂട്ടേഷൻ തിയറിയാണ്. മ്യൂട്ടേഷൻ തിയറി കൊണ്ടുവന്നത് ഹ്യൂഗോ ഡിവ്രീസ് ആണ് കേട്ടോ. അപ്പൊ ഈ പേരുകൾ സാധാരണ എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പൊ ഇവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷൻ ആണെങ്കിൽ ചാൾസ് ഡാർവിന്റെ പേരാണ് കൊടുക്കുക. പിന്നെ ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആണെങ്കിൽ ലാമാർക്കിന്റെ പേരാണ് കൊടുക്കുക. ഇനി മ്യൂട്ടേഷൻ തിയറി എന്ന് കാണുകയാണെങ്കിൽ ഹ്യൂഗോ ഡിവ്രീസ് ആയിരിക്കും. Proposed that evolution is driven by sudden unexpected mutations rather than just small gradual variations. അതായത് നമുക്ക് പിന്നെ ഈ ജീവികൾ ഉണ്ടാകുന്ന പരിണാമത്തിന് കാരണം എന്ന് പറയുന്നത് ജീനുകളിൽ പെട്ടെന്നുണ്ടാകുന്ന മാറ്റമാണ്. ജീനുകളിൽ പെട്ടെന്ന് സഡൻ ആയിട്ട് ഉണ്ടാകുന്ന മാറ്റത്തിനാണ് നമ്മൾ മ്യൂട്ടേഷൻ എന്ന് പറയാം കേട്ടോ. അപ്പൊ സഡൻ ആയിട്ടും അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഉണ്ടാകുന്ന മ്യൂട്ടേഷൻസ് ആണ് ഇതിന് കാരണം, ഇവല്യൂഷന് കാരണം എന്നൊക്കെ പറഞ്ഞ ആളാണ് ആര്? ഹ്യൂഗോ ഡിവ്രീസ്. അതാണ് മ്യൂട്ടേഷൻ തിയറി എന്ന് പറയുന്നത്. അപ്പം എല്ലാ തിയറിയും ഓർമ്മിച്ച് വെക്കാം. മ്യൂട്ടേഷൻ തിയറി എന്ന് വെച്ചാൽ സഡൻ ആണ് അൺഎക്സ്പെക്ടഡ് ചേഞ്ച്, പിന്നെ ആ ചേഞ്ച് ജീനിന് ഉണ്ടാകുന്ന സമയത്ത് അത് തലമുറകളിലേക്ക് കൈമാറുന്നു. ഇതാണ് മ്യൂട്ടേഷൻ തിയറി എന്ന് പറയുന്നത് കൊണ്ടുവന്നത് ഹ്യൂഗോ ഡിവ്രീസ് ആണ്. ഇവിടെ ഇപ്പൊ തിയറിയേക്കാൾ കൂടുതൽ നമുക്ക് പേര് ചോദിച്ചിട്ടായിരിക്കും ഉണ്ടാവുക. ഇപ്പൊ നാച്ചുറൽ സെലക്ഷൻ ആണെങ്കിൽ ഡാർവിൻ ആണ്, ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടേഴ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണെങ്കിൽ ലാമാർക്ക് ആണ്, പിന്നെ മ്യൂട്ടേഷൻ തിയറി ആണെങ്കിൽ ഹ്യൂഗോ ഡിവ്രീസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് the genetic material is protein, DNA, lipid, carbohydrate. DNA ആണ് അല്ലെ, ഡിയോക്സിറൈബോസ് ന്യൂക്ലിക് ആസിഡ് അല്ലെ. DNA എന്ന് പറയുമ്പോൾ നമ്മൾ ഡിയോക്സിറൈബോസ് ന്യൂക്ലിക് ആസിഡ് അല്ലെ, അതാണ് നമ്മുടെ ജെനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. പാരമ്പര്യമായിട്ടുള്ള എല്ലാ സ്വഭാവ സവിശേഷതകളും നമ്മൾ കൈമാറി കിട്ടുന്നത് DNA മുഖേനയാണ്. ഇനി മ്യൂട്ടേഷൻ റെഫേഴ്സ് ടു, ഇപ്പൊ നമ്മൾ പറഞ്ഞുള്ളൂ നോർമൽ വേരിയേഷൻ, സഡൻ ഹെറിറ്റബിൾ ചേഞ്ച്, ഗ്രോത്ത്, അഡാപ്റ്റേഷൻ. എന്താണ് സഡൻ ഹെറിറ്റബിൾ ചേഞ്ച് ആണ് അല്ലെ, ജീനിൽ പെട്ടെന്ന് ഉണ്ടാകുന്ന മാറ്റത്തിനാണ് എന്ത് പറയുന്നത്? മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അതെന്താണ്? നമ്മൾ അടുത്ത തലമുറയിലേക്ക് കൈമാറുകയും ചെയ്യും. നെക്സ്റ്റ്, which of the following is the basic unit of evolution? Individual, population, species, gene. അപ്പം ഇവല്യൂഷന്റെ ബേസിക് യൂണിറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പോപ്പുലേഷൻ ആണ് കേട്ടോ. അപ്പം ബേസിക് യൂണിറ്റ് ഓഫ് ഇവല്യൂഷൻ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോപ്പുലേഷൻ ആണ്. അതുപോലെ സ്പീഷീസിനെ നമ്മൾ പറയുന്നത് ടാക്സോണമിയുടെ ബേസിക് യൂണിറ്റ് ആണ് കേട്ടോ. ടാക്സോണമി എന്ന് വെച്ചാൽ എന്താണ്? നമ്മളെ ജീവജാലങ്ങൾക്ക് പേര് തരംതിരിച്ച് പേര് കൊടുക്കുന്നതാണ് ടാക്സോണമി എന്ന് പറയുന്നത്. അപ്പൊ ടാക്സോണമിയുടെ ബേസിക് യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ സ്പീഷീസ് ആണ്. എന്നാൽ ഇവല്യൂഷന്റെ ബേസിക് യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? പോപ്പുലേഷൻ. വ്യത്യാസം മനസ്സിലാക്കുക. നെക്സ്റ്റ്, ദ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടേഴ്സ് വാസ് ഗിവൺ ബൈ. നമ്മളിപ്പോ പറഞ്ഞുള്ളൂ അക്വയർഡ് ക്യാരക്ടേഴ്സ് അല്ലെ. ഒരു ജീവി ജീവിക്കുന്ന സമയത്തിൽ അതിൽ നേടുന്ന സ്വഭാവ സവിശേഷതകൾ തലമുറകളിലൂടെ കൈമാറുന്നു. അതാണ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡാർവിൻ, ലാമാർക്ക്, മെൻഡൽ, മോർഗൻ. ആരാണ്? ലാമാർക്കാണ്. Which of the following provides evidence of evolution? അതായത് പരിണാമത്തിന്റെ തെളിവുകളായിട്ട് നമുക്കറിയാം, നമ്മുടെ പൂർവികരിൽ നിന്നും കുറെ സ്ട്രക്ചർ മാറിയാണ് നമ്മളിലേക്ക് എത്തിയത് അല്ലെ. അപ്പൊ അതിന് തെളിവുകളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് ഫോസില്, DNA, എംബ്രിയോളജി, ഭ്രൂണത്തെ കുറിച്ചുള്ള പഠനം, പിന്നെ എന്താണ്? ഓൾ ഓഫ് ദീസ്. അതിൽ ഓൾ ഓഫ് ദീസ് ആണ് കേട്ടോ. ഫോസിലും DNAയും എംബ്രിയോളജി എല്ലാം വെച്ചിട്ടാണ് നമ്മൾ, ഈ എല്ലാ തെളിവുകളും വെച്ചിട്ടാണ് നമ്മൾ ഇവല്യൂഷനെ പറ്റി പഠിക്കുന്നത് അല്ലെ. ഇവല്യൂഷനെ പറ്റി നമുക്ക് നോളജ് കിട്ടുന്നത്. നെക്സ്റ്റ്, ഹൂ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ജെനറ്റിക്സ് അല്ലെ. ജെനറ്റിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഡാർവിൻ, ലാമാർക്ക്, മെൻഡൽ, മോർഗൻ. ആരാണ്? ഗ്രിഗർ മെൻഡൽ ആണ് അല്ലെ. ഗ്രിഗർ മെൻഡൽ ആണ് എന്തറിയപ്പെടുന്നത്? ഗ്രിഗർ
മെന്റൽ, ഗ്രിഗർ മെന്റൽ ആണ് ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അദ്ദേഹം ഒരുപാട് പരീക്ഷണങ്ങൾ ഈ മേഖലയിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കുറെ തിയറികൾ രൂപപ്പെടുത്തിയെടുത്തു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദ യൂണിറ്റ് ഓഫ് ഹെറിഡിറ്റി ഈസ് ക്രോമസോം, ജീൻ, DNA, RNA. എന്താണ്? ജീനാണ് അല്ലെ. യൂണിറ്റ് ഓഫ് ഹെറിഡിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ജീനാണ്. നമ്മൾ നേരത്തെ യൂണിറ്റ് ഓഫ് ബേസിക് യൂണിറ്റ് ഓഫ് എവല്യൂഷൻ ചോദിച്ചപ്പോ പോപ്പുലേഷൻ ആണ്. ബേസിക് യൂണിറ്റ് ഓഫ് ടാക്സോണമി ചോദിച്ചപ്പോ സ്പീഷീസ് ആണ്. യൂണിറ്റ് ഓഫ് ഹെറിഡിറ്റി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീനാണ്. ജീൻ മുഖാന്തരമാണ് നമ്മളെ പാരമ്പര്യ സ്വഭാവങ്ങളൊക്കെ നമുക്ക് കൈമാറി കിട്ടുന്നത്. നെക്സ്റ്റ്, ദ ലോ ഓഫ് സെഗ്രിഗേഷൻ ഈസ് നോൺ ആസ് law of dominance, law of purity of gametes, law of variation, law of linkage. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ലോ ഓഫ് സെഗ്രിഗേഷൻ ഈസ് ഓൾസോ നോൺ ആസ്, അതായത് നമ്മുടെ മെന്റല് പരീക്ഷണങ്ങളൊക്കെ നടത്തി 3 നിയമങ്ങൾ, 3 ലോസ് ഉണ്ടാക്കിയിട്ടുണ്ട്. 1, 2, 3. ഫസ്റ്റ് ലോ ഓഫ് ഡൊമിനൻസ് ആണ്. ഫസ്റ്റ് ലോ ഓഫ് ഡൊമിനൻസ് ആണ്. സെക്കൻഡ് ആണ് ലോ ഓഫ് സെഗ്രിഗേഷൻ. ഇനി മൂന്നാമത്തതാണ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. അപ്പൊ 3 നിയമങ്ങൾ, അതായത് ജെനറ്റിക്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇൻഹെറിറ്റൻസുമായി ബന്ധപ്പെട്ടിട്ട് മെന്റൽ ഉണ്ടാക്കിയിട്ടുള്ള 3 നിയമങ്ങളാണ്. മെന്റലിന്റെ ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്നാണ് അറിയപ്പെടുന്നത്. അതിൽ ഫസ്റ്റ് വൺ ലോ ഓഫ് ഡൊമിനൻസ് ആണ്, രണ്ടാമത്തത് ലോ ഓഫ് സെഗ്രിഗേഷൻ ആണ്, മൂന്നാമത്തത് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ആണ് കേട്ടോ. ഈ 3 ലോസ്. അപ്പൊ അതിലിവിടെ ചോദിച്ചെന്താണെന്ന് വെച്ചാല് ലോ ഓഫ് സെഗ്രിഗേഷൻ അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്തെന്നാണ്? ലോ ഓഫ് ഡൊമിനൻസ്, ലോ ഓഫ് പ്യൂരിറ്റി ഓഫ് ഗാമെറ്റ്സ്, ലോ ഓഫ് വേരിയേഷൻ, ലോ ഓഫ് ലിങ്കേജ്. അപ്പൊ ഇവിടെ ആൻസർ ലോ ഓഫ് പ്യൂരിറ്റി ഓഫ് ഗാമെറ്റ്സ് ആണ് കേട്ടോ. ലോ ഓഫ് പ്യൂരിറ്റി ഓഫ് ഗാമെറ്റ്സ്. അത് ലോ ഓഫ് സെഗ്രിഗേഷൻ അറിയപ്പെടുന്ന വേറൊരു പേരാണ് ലോ ഓഫ് പ്യൂരിറ്റി ഓഫ് ഗാമെറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം അതായത് നമ്മള് ഇപ്പൊ ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന ജീനിന് എന്തുണ്ടാവും? 2 രൂപങ്ങളുണ്ടാവും അല്ലെ, 2 തലങ്ങളുണ്ടാവും. അപ്പം നമ്മള് ഹൈറ്റ് എന്ന് പറയുന്ന ക്യാരക്ടർ, അതിനെ നിയന്ത്രിക്കുന്ന ജീനിന് 2 അതിൽ കൂടുതലുണ്ടാവും. അവിടെ 2 തലങ്ങൾ അല്ലെങ്കിൽ 2 സ്റ്റേറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ അത് ഒന്ന് എന്താണ്? ടോളാണ്, മറ്റൊന്നെന്താണ്? ഡ്വാർഫാണ് അല്ലെ. ഉയരെ കൂടുതലും ഉയരക്കുറവും അല്ലെ. അപ്പൊ ആ 2 ക്യാരക്ടർ വരുന്നുണ്ടാവും. അപ്പൊ ഇതിനാണ് നമ്മൾ അലീൽസ് എന്ന് പറയാ. എന്താണ് പറയാ? അലീൽസ്. അതായത് ഒരു ക്യാരക്ടറിനെ നിയന്ത്രിക്കുന്ന ജീനിന്റെ 2 തലങ്ങളാണ് അല്ലെങ്കിൽ 2 സ്റ്റേറ്റുകളാണ് എന്ത്? അലീൽസ് എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. എന്താണ് അതിന് പറയാ? അലീൽസ്. അപ്പൊ അതിൽ 2 എണ്ണം വരുന്നത് ഇവിടെ ഏതൊക്കെയാണ്? ഒന്ന് ഉയരെ കൂടുതലാണ്, ഉയരെ കുറവാണ്. ടോളും വരും, ഡാർഫും വരും. ഉയരെന്ന് പറയുന്ന ക്യാരക്ടറിനെ നിയന്ത്രിക്കുന്ന ജീനിന്റെ 2 ഭാവങ്ങൾ അല്ലെങ്കിൽ 2 തലങ്ങളാണ് ടോളും അതുപോലെ ഡ്വാർഫും അല്ലെ. അപ്പം ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാല്, അപ്പൊ ഇതിലെ നമ്മള് ഇപ്പൊ ഗ്യാമറ്റിന്റെ ഫോർമേഷൻ നടക്കുന്ന സമയത്ത്, അതായത് പുംബ്രീജോ അല്ലെങ്കിൽ അണ്ടോ ഒക്കെ ഫോം ചെയ്യുന്ന സമയത്ത് ഇതിൽ ഏതെങ്കിലും ഒന്നാണ് അതിലേക്ക് കയറുക എന്നാണ് പറയുന്നത്. അതായത് അലീൽസിൽ 2 തലങ്ങളുണ്ടല്ലോ, ടോളും ഡ്വാർഫും ഉണ്ട്. അപ്പൊ അതിൽ ടോളും ഡ്വാർഫും കൂടി കയറൂല ഗ്യാമറ്റ് ഫോർമേഷനിൽ. ഗ്യാമറ്റിലേക്ക് ഒന്നുകിൽ ടോൾ കയറും അല്ലെങ്കിൽ ഡ്വാർഫ് കയറും. മനസ്സിലായില്ലേ? അപ്പൊ ഏതെങ്കിലും ഒരു ക്യാരക്ടർ മാത്രമേ അതിലേക്ക് കയറുന്നുള്ളൂ. ഇതാണ് എന്ത് പറയുന്നത്? ലോ ഓഫ് പ്യൂരിറ്റി ഓഫ് ഗ്യാമറ്റ്സ് അല്ലെങ്കിൽ ലോ ഓഫ് സെഗ്രിഗേഷൻ പറയുന്നത്. അതായത് ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന ജീനിന് 2 തലങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ 2 തലങ്ങളിൽ അതിനാണ് നമ്മൾ അലീൽ എന്ന് പറയുന്നത്. അതിൽ ഏതായാലും ഒരു അലീൽ മാത്രമേ ഇതിലേക്ക് പോകുന്നുള്ളൂ, ഒരു ഗ്യാമറ്റിലേക്ക് പോകുന്നുള്ളൂ, മറ്റേത് പോകുന്നില്ല. അപ്പൊ അതാണ് ഏത് നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ലോ ഓഫ് സെഗ്രിഗേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ജീനോടൈപ്പ് മീൻസ്. ജീനോടൈപ്പ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഫിസിക്കൽ അപ്പിയറൻസ്, ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ, ബിഹേവിയർ, സ്ട്രക്ചർ. അപ്പൊ ജീനിന്റെ ഘടനയ്ക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? ജീനോടൈപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ത് പറയുന്നത്? ജീനോടൈപ്പ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം, ജീനോടൈപ്പ് ഒക്കെ ചോദിക്കുന്നതാണ്. ജീനോടൈപ്പ് എന്ന് വെച്ചാൽ ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ജീനിന്റെ ഘടനയ്ക്കാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ജീനോടൈപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? ഫീനോടൈപ്പ് മീൻസ്. 2 ഒരുപോലെ തന്നെ ഉണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, ഫീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്ത്? ജെനറ്റിക് മേക്കപ്പ്, എക്സ്റ്റേണൽ അപ്പിയറൻസ്, DNA സീക്വൻസ്, ക്രോമസോം നമ്പർ. എക്സ്റ്റേണൽ അപ്പിയറൻസ് ആണ്. അതായത്
നമ്മളെ ജീന് വഴി നമുക്ക് പാരമ്പര്യ സ്വഭാവങ്ങൾക്ക് കൈമാറി കിട്ടി. അപ്പം നമ്മുടെ ജീനിന്റെ ഘടന പ്രകാരവും പിന്നെ പുറത്തുള്ള പരിസ്ഥിതി പ്രകാരവും നമ്മുടെ ശരീരത്തിലുള്ള കാണപ്പെടുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രത്യേകതകൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള കാഴ്ചക്ക് നമ്മൾ എന്തൊക്കെ കാണും. അപ്പൊ നമ്മളൊക്കെ ചിലർക്ക് ചുരുണ്ട മുടിയായിരിക്കും, നീണ്ട മുടിയുള്ളവരുണ്ടാവും, അല്ലെ മെലിഞ്ഞു നീണ്ടവരുണ്ടാവും, ഇങ്ങനെ പുറത്തേക്ക് അപ്പിയർ ആവുന്ന ക്യാരക്ടേഴ്സ്. അപ്പൊ ജീനിന്റെ ഘടനയാണെങ്കിൽ ജീനോടൈപ്പ്. ആ ജീനോടൈപ്പ് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പുറത്ത് കാണപ്പെടുന്ന മാറ്റങ്ങൾ, അതാണ് എന്തെന്ന് പറയുന്നത്, ഫീനോടൈപ്പ് എന്ന് പറയാം കേട്ടോ. ജീനിന്റെ ഘടന മുഖേന നമുക്ക് പുറത്ത് അപ്പിയർ ചെയ്യുന്ന ഘടനയ്ക്കാണ് എന്ത് വിളിക്കുന്നത്, എക്സ്റ്റേണൽ അപ്പിയറൻസിനാണ് എന്ത് വിളിക്കുന്നത്, ഫീനോടൈപ്പ് എന്ന്. ജീനോടൈപ്പ് എന്താണ്, ഫീനോടൈപ്പ് എന്താണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. സ്റ്റോപ്പ് ചെയ്തൂടെ? അപ്പൊ ശരി എന്നാല്, ഓക്കെ, താങ്ക് യു.